ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പാഷൻ കേക്ക്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഹെൽത്തി ലൈഫ് സ്റ്റൈലൊക്കെ ഫോളോ ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഡയറ്റ് നല്ല ബാലൻസ്ഡ് ആകും അല്ലേ. അപ്പോഴേക്കും നമുക്ക് സാലഡ്സ് നമ്മുടെ ഓരോ മീലിലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ കുക്കുംബർ വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാലഡ്സ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇന്ന് നമുക്ക് നമ്മുടെ ക്ലാസിക് ഇന്ത്യൻ സ്റ്റൈൽ കച്ചമ്പർ എന്ന് പറയുന്ന നോർമൽ സാലഡ് കാണാം. അതിനുവേണ്ടി കുക്കുംബർ വേണം, അതുപോലെ ടൊമാറ്റോ വേണം, അതുപോലെ എടുക്കുന്ന മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള ഒനിയൻ. ഇത് മൂന്നുമാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ബട്ട് നമ്മുടെ ഈ സാലഡിൽ ഞാൻ കുറച്ച് ലെറ്റ്യൂസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ലെറ്റ്യൂസ് വേണ്ടവർക്ക് ആഡ് ചെയ്താൽ മതി, മിൻറ്റ് ആഡ് ചെയ്താലും വളരെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചെറിയ രീതിയിൽ ചോപ്പ് ചെയ്ത് ഡൈസായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുക്കുംബർ സാലഡ് കുക്കുംബറാണ്. ടൊമാറ്റോ, ചെറി ടൊമാറ്റോ വേണമെങ്കിൽ അതെടുക്കാം. നമ്മൾ നോർമൽ ടൊമാറ്റോ ആണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ഒനിയൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളതാണ് ഈ ലെറ്റ്യൂസ് ഇവിടുത്തെ സാലഡ്സിൽ യൂസ് ചെയ്യാറുണ്ട്. നമുക്കത് യൂസ് ടു ആയതുകൊണ്ടാണ് ലെറ്റ്യൂസ് എടുത്തിട്ടുള്ളത്. ലെറ്റ്യൂസ് എടുക്കും, അതിൻ്റെ കൂടെ മിൻറ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിന് പകരം മിൻറ്റ് ആഡ് ചെയ്താലും വളരെ നല്ലതാണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഹെൽത്തി ലൈഫ് സ്റ്റൈലിൽ നമ്മളൊരു ഡയറ്റ് ഒരു സാലഡിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കുക്കുംബർ ഇല്ലാത്തൊരു സാലഡില്ല അല്ലേ. അതുപോലെ മറ്റു ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നതാണ് ഈ പെപ്പർ പൗഡർ, ഇത് ലെമൺ ജ്യൂസാണ്. അതുപോലെ ഞാൻ ആഡ് ചെയ്യുന്നത് സോൾട്ടും ഒലീവ് ഓയിലുമാണ്. അതും ഓപ്ഷണലാണ്. ഒലീവ് ഓയിൽ വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി, നമുക്ക് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചാണ്. ഇനി ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഞൊടിയിടയിൽ ഇതങ്ങ് ഉണ്ടാക്കിയെടുക്കാം. അതിനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ എല്ലാം കൂടെ ഒന്നൊന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം ടൊമാറ്റോ ഇടുന്നു. ടൊമാറ്റോയിൽ വാട്ടർ കണ്ടൻറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഭാഗം ഒന്ന് മാറ്റിയാൽ മതിയാവുക. പിന്നെ കുക്കുംബർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ ഒനിയൻ ആഡ് ചെയ്ത് കൊടുക്കുന്നു, പിന്നെ ലെറ്റ്യൂസും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മെയിൻലി മിൻറ്റ് കൂടി ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. ലെറ്റ്യൂസ് ഇഷ്ടമില്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. വെജിറ്റബിൾസ് കഴിക്കാൻ ഇഷ്ടമില്ലെന്ന് പറയുന്നവരും ഇതിൻ്റെ ഇത്രയും ഉണ്ടാക്കി വെച്ചിട്ട് ഒരു ഡേയിലേക്ക് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഓരോ മീലിൻ്റെയും കൂടി നമുക്കിത് യൂസ് ചെയ്ത് കഴിക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് സ്റ്റൈലിൽ ഓരോ മീലിലും നമുക്ക് പ്രിപ്പയർ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇനി അതിലേക്ക് കുറച്ച് സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ പിങ്ക് സോൾട്ടാണ് എടുത്തിട്ടുള്ളത്. സോൾട്ട് വേണ്ടാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം. ഇത് പെപ്പർ പൗഡറാണ്. ഇത് പൗഡറാക്കി വെച്ചിട്ടുള്ളതാണ്. ക്രഷ്ഡ് പെപ്പറാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ പെപ്പർ അപ്പം തന്നെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് ചാറ്റ് മസാലയോ അല്ലെങ്കിൽ ജീര പൗഡർ അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. ഇത് ലെമൺ ജ്യൂസാണ്. ലെമൺ ജ്യൂസ് വിട്ട് കൊടുക്കുന്നത് നല്ല ടേസ്റ്റാണ് വെജിറ്റബിൾസിന് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഞാൻ ലാസ്റ്റായിട്ട് ഒലിവ് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒലിവ് ഓയിലും കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യേണ്ട, ഒരു ഓയിലും ആഡ് ചെയ്യേണ്ട. ഇനി അഥവാ ഇതിലേക്ക് തൈര് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഒക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇങ്ങനെ കച്ചമ്പർ അല്ലെങ്കിൽ ക്ലാസിക് ഇന്ത്യൻ സാലഡ് എന്ന് പറയുന്നത് ഈ ഇത്രയൊക്കെ വെജിറ്റബിളൊക്കെയാണ് എന്നെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി മറിച്ചും നമ്മളല്ലേ കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ സാലഡ്സ് എങ്ങനെയെങ്കിലും കഴിക്കണമെന്നേ ഉള്ളൂ. അപ്പം ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി എൻ്റെ ചാനലിൽ ഇത് കണക്കത്തെ സാലഡ്സൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നെങ്കിലേ ന്യൂ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചാനലിൽ കയറി നോക്കാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കുക. ബേസിക്കലി ഞാനൊരു സാലഡ് ലവർ അല്ല, പക്ഷേ ഇങ്ങനെയൊക്കെ സാലഡ് ഇതൊരു വൺ മെത്തേഡ് മാത്രമാണ്. ഇനി ഡിഫറെൻറ്റ് മെത്തേഡ്സിൽ ഞാൻ സാലഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചാനൽ ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. ഇതുപോലെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെയൊന്നും അല്ലെങ്കിലും വേറൊരു ഈസി മെത്തേഡുണ്ട് സാലഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാനതൊരു ആഴ്ചയിൽ 6 days എത്തുമ്പോഴേക്കും ഞാൻ സാലഡ്സ് കഴിച്ച് മടുത്തിരിക്കും. 7th ഡേയിൽ എൻ്റെ ഒരു സാലഡ് അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് ഡേയിലെ ഒരു സാലഡ് എന്ന് പറയുന്നത് വേറൊരു രീതിയിലുള്ളൊരു സാലഡാണ്. അപ്പോൾ അതിന് കമ്മിങ് വീഡിയോസിൽ ഞാൻ കാണിക്കുന്നുണ്ടാവും ആ ഒരു ട്രിക്ക് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ കുട്ടികളെയും ഇതൊക്കെ സാലഡ്സൊക്കെ കൊടുത്ത് പഠിപ്പിക്കുക. പല രീതിയിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ സാലഡ്സൊക്കെ കഴിക്കാൻ ആരും മടി കാണിക്കത്തില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇത് മറക്കത്തെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചാനൽ ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. ചാനലിൽ വളരെ വെറൈറ്റി കണ്ടൻറ്റ്സ് ഓഫ് വീഡിയോസ് ഉണ്ട്. ഇഷ്ടപ്പെടുന്ന കണ്ടൻറ്റ്സൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ, thanks for watching. Do support.